നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. വേറെ ഒന്നല്ല, പപ്പിയും മമ്മിയും നെതർലാൻഡ്സ് എത്തി, എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ വിവരം ഞങ്ങൾക്ക് KLM അയച്ചു തന്നിട്ടുണ്ട്. കാരണം അവർക്ക് ഇതുവരെ നെറ്റ് ശരിയായിട്ടില്ലാന്ന് തോന്നുന്നു, ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളായിരിക്കും. അപ്പൊ അവരേത് മെസ്സേജ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. എനിക്ക് തോന്നുന്നു ഇവിടെ 30 മിനിറ്റ് ഒക്കെ മതി, 30-35 മിനിറ്റ് അല്ലേ വേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പൊ അത്ര നേരം കൊണ്ട് നമ്മൾ അവിടെ അപ്പയ്ക്കും അവർ ബെൽറ്റിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്തെത്തുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അധികം നേരം ഞാൻ വർത്താനം പറഞ്ഞു നിൽക്കുന്നില്ല, ഞാൻ അവരെ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കുറച്ച് എക്സൈറ്റഡ് ആണ്. ഒന്നില്ലെങ്കിലും നമ്മള് പപ്പര് കൊണ്ടുവരാണല്ലോ. അവരുള്ളിലുണ്ട്, ബാഗ് കിട്ടിയെന്നാ പറഞ്ഞ വാഷ്. ഹലോ, ഇറങ്ങിക്കോ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ശരി, അതിക്കൂടെ പോവാ. അങ്ങനെ അവരെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അവരെത്തി. ഇതിലെ പല കെട്ടിപ്പിടുത്തങ്ങളും വീണ്ടും റീടേക്ക് പോയതായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമുക്ക് റീൽസിന് എടുക്കണം, വ്ളോഗിന് എടുക്കണം, പിന്നെ വന്നപ്പോഴുള്ള സന്തോഷത്തിലുള്ള കെട്ടിപ്പിടുത്തം, അങ്ങനെ ആകെ മൊത്തം കെട്ടിപ്പിടുത്തം. അവസാനം അവിടെയുള്ളവരൊക്കെ നമ്മൾ നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പെട്ടി വന്നി നമ്മൾ കാറിലെത്തി. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തന്നെ ഇവരെ ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അത് ശരിക്കും ഇങ്ങനെ യാഥാർത്ഥ്യമാകുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അതിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണുന്നുണ്ട്. അവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കണം. തലേദിവസം വിളിച്ചെന്നെ കളിയാക്കി നീ എന്നെ വീട്ടിലെത്തിക്കോ എന്നുള്ളതൊക്കെ, പക്ഷെ അത് നടന്നു കഴിച്ചു. അപ്പൊ നമ്മള് വീട്ടിലെത്തിച്ചല്ലോ. ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണ് ഇപ്പൊ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ തൈരും പിന്നെ അച്ചാറും കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഇട്ടിട്ട് വരട്ടെ. ഗൈസ്, പണ്ടേ തൊട്ടിട്ടുള്ള ഒരു സംഭവമാണല്ലോ പപ്പ വന്നു കഴിഞ്ഞാൽ പെട്ടി പൊട്ടിക്കുക എന്നുള്ളത്. ഈ വട്ടം ഞാൻ തന്നെ പെട്ടി പൊട്ടിക്കൽ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് വന്നിരിക്കുന്നത് ദുബായ് നയക്കാരെ കൊണ്ട് കുറെ നാടൻ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും കിട്ടിയ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇത് നമുക്ക് ഇവിടെ കുഞ്ഞുള്ളി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ഇത് കുഞ്ഞുള്ളി ആണെന്നാണ് മമ്മി പറയുന്നത്. ആ മണവും വരുന്നുണ്ട്. അയ്യോ, ചീന ഉണ്ടാവോ? ഇല്ല, ചീനതല്ലത്. അത് കവർ ഇങ്ങനെ ഇതായിട്ട്. അപ്പൊ ഉള്ളി, വെളുത്തുള്ളി ഇവിടെ കിട്ടണം. ഓക്കെ, പിന്നെ വീട്ടിലുണ്ടായ വെളുത്തുള്ളി കൊണ്ടുവന്ന ഇത് നമ്മുടെ മെയിൻ സാധനം ഗൈസ്. കാരണം നമ്മുടെ കണകുണ സാധനങ്ങളൊക്കെ ഉണ്ട്, ഓരോന്നെടുത്ത് മാറ്റുണ്ടാവും കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ 5 ലിറ്റർ കുക്കറ്. കാരണം നമ്മുടെ കുക്കറ് ഞാൻ അന്ന് കൊറേ ഇറച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ പാകത്തിനായിണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മുടെ കുക്കർ പൊട്ടി, പക്ഷെ അപ്പൊ പുതിയ കുക്കർ കഴിച്ചു സെറ്റാക്കാം. പിന്നെ അച്ചാറിനാണ് കഴിച്ചത്. ഞാനിത് ഇന്നൊരു അച്ചാർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അച്ചാർ കാണിച്ചു തരാം ഗൈസ്. ഇതാണ്, ശരിയാണ്, എണ്ണയാണ് ഗൈസ്. പിന്നെ താഴ്ഭാഗത്തിറങ്ങി വെള്ള കാർപ്പറ്റുമാണ്. അപ്പൊ ഇതാണ് നാരങ്ങ അച്ചാർ. ഇത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേതോ ഒന്ന് മാങ്ങച്ചാർ, നെല്ലിക്കച്ചാർ. അയ്യോ, ഇത് നമുക്ക് പോകുന്നുണ്ട്, ടിഷ്യൂ വേണ്ടി വരും. മാങ്ങച്ചാർ, നെല്ലിക്കച്ചാറ്, പിന്നെ എന്നിട്ട് മീനച്ചാറ്. അമ്മ കുറച്ച് ദുബായിൽ വന്നപ്പോ ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, മീൻ, അങ്ങനെ 4 തരം അച്ചാർ. പിന്നെ പിന്നെ നമ്മളെ മമ്മി സൈക്കിൾ ചവിട്ട് പഠിച്ചിട്ടാണ് നെതർലാൻഡ്സിലേക്ക് എത്തിയത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായത് ടിക്കറ്റ് എടുത്ത് തരേക്കാളും മുൻപ് സൈക്കിൾ ചവിട്ട് പഠിച്ചിട്ട് വേണം ഞങ്ങളെ കാണിച്ചു തരുന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഞങ്ങള് വെറുതെ പറഞ്ഞതാണ്. എന്നാലും ആള് സൈക്കിൾ ചവിട്ട് പഠിച്ചിട്ടാ വന്നേ. അപ്പൊ ആൾക്ക് നല്ല സീറ്റ് വേണം, അങ്ങനെ പിസ്മി എന്ന് ഞങ്ങള് പറയും, പിസ്മിയുള്ള സീറ്റ്. അപ്പൊ ആ സീറ്റ് കവറും അവിടെ നിന്ന് തന്നെ ആള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ സീറ്റ് കവറ്
പിന്നെ സൈക്കിൾ റൈഡർ മുത്തുണ്ണിക്ക് എന്നിട്ടാണ് ആ അതായത് ഇങ്ങനെ തണുപ്പത്തെ നമ്മള് പോലോ സൈക്കിൾ സ്പോർട്സ് ജാക്കറ്റ് ആ സാധനം തന്നെ. പിന്നെ ഓഫ് കോഴ്സ് പപ്പ വരുമ്പോൾ എല്ലാ കാലത്തും കൊണ്ടുവരാറുള്ള സാധനം തന്നെയാണ് എന്ത് ഈന്തപ്പഴം, പിസ്ത, അത് ചുവ മമ്മിയുടെ ചുവ, ആ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ കഴിഞ്ഞ വട്ടം ഞങ്ങൾ കൊണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ കഴിഞ്ഞു പോയി. അപ്പൊ അത് പിന്നെ തണുപ്പിനെ ഇത് കാലങ്ങളായിട്ട് മമ്മി കൊണ്ടിറക്കണമല്ല, ഇത് ഇപ്പോഴല്ലേ ഇതെനിക്ക് ഓർമ്മ വെച്ച സാധനം കണ്ടത്. കുത്തുമുളക് ഇത് അമ്മ കൊടുത്തു വിട്ട സ്പ്രേ. ഇത് സ്പ്രേ. അപ്പൊ പൂത്തിരി പോലത്തെ സ്പ്രേ അത് മറ്റേ വെട്ടിലോ അപ്പൊ ഇത് ഒന്ന് രണ്ട് ഓയില് മമ്മിയുടെ എന്തൊക്കെയാ ഷാമ്പൂ സാധനങ്ങളൊക്കെയാ. നിങ്ങൾക്ക് കൂടുതലായിരിക്കും. പിന്നെ തോളൂർ ചുക്ക് കാപ്പി, ഇത് നല്ല സാധനമാണ് കേട്ടോ. മമ്മിയെ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും, അപ്പൊ തൊണ്ടവേദന വരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധന. പകുതി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? ഇത് അവരുടെ ഗുളികകളെ വയസ്സായി തലയ്ക്കുള്ള ചൂട് പിടിക്കാതെ തണുക്കാനായിട്ടുള്ളത് ടാങ്ക് ഒന്നുണ്ട്. പിന്നെ എന്റെയും മമ്മിയുടെയും മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും ഒതുങ്ങാത്ത ഒരു മുടിയാണ്. ഞാൻ കുറെ ക്രീമും കാര്യങ്ങളൊക്കെ വാരി തേച്ച് നോക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്താ എന്റെ മുടി ഒതുങ്ങില്ല. അപ്പൊ അത് അന്വേഷിച്ചെടുക്ക കുത്തുമുളകും മന്തി മസാലയും ഞാൻ പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങളാണ്. കുത്തുമുളകും മന്തി മസാലയും അതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ മുടി നേരെയാക്കാൻ ഇതുവരെ ഒരു പ്രൊഡക്റ്റും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ മമ്മി മുടി സ്ട്രൈറ്റേഡും ചെയ്ത് നോക്കി എങ്ങനെയെങ്കിലും ഇത് താഴട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പൊ സിംഹത്തിന്റെ ഇതുപോലെയാണ് പാള നിക്കണേ. അപ്പൊ അത് തേക്കാനായിട്ട് എന്തോ ഒരു ക്രീം ഏതോ വാട്സാപ്പിൽ കണ്ടതാ, ഏതാണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയതാണെന്ന് തോന്നുന്നു. അതല്ല, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഏതിലോ കിട്ടിയതാണെന്ന് തോന്നുന്നത്. ആ സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണുള്ളൂ. ഇത് സെല്ലോ ടേപ്പ് മാസ്കിന്റെ ഞാൻ ആ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറാണ്. അപ്പൊ ഫ്ലാറ്റ് മാറാണ്. സോ ഇതിലുണ്ട് കുറെ സാധനങ്ങൾ, വേറെ സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പൊ അവസാനം കണ്ടുകിട്ടി ഗൈസ്. വെല്ലിമുളക്, മന്തി മസാല, ഉണക്ക നാരങ്ങ, പിന്നെ കുറച്ച് കുത്തുമുളക് ഗൈസ്. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ എല്ലാം ആയി ഗൈസ്. അപ്പൊ നമുക്ക് തിരിച്ചിടാം. അത് നിന്റെ ഒപ്പം ഇതിലിടണ്ട, നല്ല രസമുണ്ടാവും നീ അല്ലെങ്കിൽ അത് ഇട്ട് കഴിയുമ്പോൾ. അപ്പൊ ഒരു പെട്ടി ഇട്ടിച്ച് ഗൈസ്. അപ്പുറത്തെ പെട്ടിയിലൊക്കെ അവരുടെ ഡ്രസ്സുകൾ അത് നമ്മൾ പൊട്ടിക്കേണ്ടത്. നമുക്കിത് കിട്ടാനുള്ള ആഗ്രഹം. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും കൂടി സൈക്കിൾ ചെയ്യാൻ പോവാണ്. കാരണം ഇവര് സൈക്കിളോട്ട് പഠിച്ച് വന്നിട്ടല്ലേ പച്ചേ, സൈക്കിൾ ചവിട്ട് പഠിച്ചിട്ടാണല്ലോ വന്നത്. ഓ മലയാളം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇവര് സൈക്കിൾ ചവിട്ട് പഠിച്ചിട്ടാണല്ലോ വന്നത്. അപ്പൊ നമ്മൾക്ക് ഇവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണമല്ലോ, മമ്മിക്ക് എന്തോളം സൈക്കിൾ ചവിട്ടാൻ പറ്റും എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞു ഷാൻസ് വില്ലേജിലേക്ക് സൈക്കിൾ ചവിട്ടി പോവാന്ന്. അപ്പൊ അത് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ആണോ? 9 കിലോമീറ്റർ ആണോ 8 കിലോമീറ്റർ ആണോ? ആ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ട്. അപ്പൊ ആ സ്ഥലത്തേക്ക് സൈക്കിളോട്ട് പോണേക്കാൾ മുമ്പ് നമ്മൾ ടെസ്റ്റ് ഡോസ് അടിക്കണല്ലോ, എന്താ അറിയാം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞങ്ങൾ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു മഞ്ഞ പാടം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയോണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് തണുപ്പ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പൊ ചെറിയൊരു ജാക്കറ്റിനോട് ഞാൻ ഇറങ്ങിയത് നല്ല കിട്ടും. പക്ഷെ ഇപ്പൊ തണുക്കുന്നുണ്ട്. നമുക്കേ അതാ സൈക്കിൾ ചവിട്ട് പഠിച്ച് വന്നു മമ്മി. കുറച്ച് സ്ലോ ആണ് ആള്. നമ്മൾ വന്നാൽ അത്യാവശ്യം ചവിട്ടി പോകുന്നുണ്ടല്ലോ.
ഞങ്ങൾ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ സൈക്കിള് ചവിട്ടിയിട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരപ്പായ ഭൂമിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുന്നും മലയില്ലാത്ത കാരണം നമുക്ക് സിമ്പിളായിട്ട് ചവിട്ടി പോകാനായിട്ട് പറ്റും. പക്ഷേ കാറ്റ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ കാറ്റുള്ള ദിവസം നമ്മൾ സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുന്നതും 10 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുന്നതും ഏകദേശം ഒരേപോലെയാണെന്ന് തന്നെ പറയാം. കാരണം 1 കിലോമീറ്റർ നമ്മൾ ചവിട്ടാമെന്ന് പറഞ്ഞാലും നീങ്ങില്ല, കാറ്റ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ദിവസം ഇത്തിരി കാറ്റുണ്ടായിരുന്നു. പക്ഷേ മമ്മിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആൾ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചവിട്ടണ ആദ്യത്തെ ഒരു ട്രിപ്പാണല്ലോ. അപ്പോൾ അത് കാരണം ആൾ പറഞ്ഞു കാറ്റടിയിൽ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരം കൂടി പോവാം എന്ന് പറഞ്ഞു. പിന്നെ ആൾക്ക് ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ബാലൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, ആൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏകദേശം 3 ആഴ്ച കൊണ്ട് ആൾ സൈക്കിൾ ചവിട്ട് പഠിച്ചെടുത്തു. ഇതേപോലെ എല്ലാവർക്കും ചെയ്യാവുന്ന കേസാണ്. മമ്മിയുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടോ അവരുടെ അമ്മമാർക്കൊക്കെ അയച്ചു കൊടുക്കണം എന്നുള്ളത്. അതുപോലെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്താ ദിവസം തീരുന്നില്ലേ, ഇത്രയും നേരമായിട്ട് രാത്രി ആവുന്നില്ലല്ലോ എന്നുള്ളത്. ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏകദേശം 10 മണി 11 മണിയൊക്കെ ആവും സൂര്യൻ ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഡേ ലൈറ്റ് കിട്ടും, അതിനുള്ള എനർജി നമ്മൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊക്കെ ആയിരുന്നു സൈക്ലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും എന്താ ഇപ്പോഴും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിൻഭാഗത്തായിട്ട് നമ്മൾക്ക് ഒരു ചെറിയ കുട സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനും കാര്യങ്ങളും ചെയ്യാനും ഒക്കെ നല്ലതല്ലേ എന്നുള്ളത്. അപ്പോൾ പപ്പ ഏറ്റെടുത്തു ഈ പണികളൊക്കെ. പിന്നെ പേരൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും വീണ്ടും പഴയ കുട്ടികൾ തന്നെയാവും. നമ്മൾ പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ വല്ലയിടത്തും ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, അവർ എല്ലാം ചെയ്യും. പിന്നെ അവർക്ക് ചെയ്യുന്നതും താല്പര്യം തന്നെയാണ്, കാരണം അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അവർ വേറൊരു സന്തോഷമാണല്ലോ. സോ ഞങ്ങൾ ജസ്റ്റ് ഹെൽപ്പേഴ്സ് മാത്രമായിരിക്കും, അവർ തന്നെയാണ് മെയിൻ കോർഡിനേറ്റേഴ്സ്. അപ്പോൾ അതാ നമ്മൾ ഒരു കുട ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ വന്നപ്പോൾ ഫിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബോക്സ് കണ്ടപാടെ പപ്പ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം, അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇരുന്ന് തുടങ്ങാമല്ലോ. അവരാകെ 1 മാസത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, പപ്പയ്ക്ക് ക്ഷീണമില്ലെങ്കിൽ നമുക്കും കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളും ഇറങ്ങിട്ടോ. അതാ എന്നോട്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മമ്മി അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. അപ്പല്ല പൊടി വീണ്ടും പടരും. ഇത് മുത്തുണ്ണൊരു ഇതെല്ലാ ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കാര്യമില്ല ഗൈസ്, ഇതേ കണ്ട, ഇന്നടിച്ചു വാരി കഴിഞ്ഞാൽ നാളെ എങ്ങനെയായിരിക്കും. പക്ഷെ എങ്കില് നല്ല രസമുണ്ട് കേട്ടാ കൊട, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ട മുത്തുണ്ണി? ആ ഒരു ചുമപ്പ കളറ് അല്ലേ? ഓപ്പൺ ചെയ്ത് നോക്കാം പറ്റില്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കാന്ന് എനിക്ക് തോന്നണേ. ഈ ചുമപ്പ മരത്തിന്റെ ഇപ്പുറത്തേക്ക് ഇട്ട് വെക്കാം. അതല്ല, അത് കുറച്ച് ഇങ്ങോട്ട് നീക്കാലോ. ഞാനാണ് ഇതിന്റെ പൊസിഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുള്ള ചീത്ത എനിക്ക് കേൾക്കുന്നുണ്ട് ഗൈസ്. അതാ നമ്മുടെ കൊട വിടരുകയാണ്, കൊട വിടർന്നു കൊണ്ടിരിക്കുകയാണ്. കൊട ഇപ്പോൾ വിടരും, കൊട വിടർന്നു. അതാ കൊട വിടർന്നു. അയ്യോ എന്തുണ്ടായില്ലേ, കൊട താന്നു. ഓക്കെ, അതാ കൊട വിടർന്നു, കൊട വിടർന്നു. ഉള്ളിൽ കണ്ട ഒരു ചെറിയ LED ബൾബ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ശോ, എനിക്കെന്നെ കാണാൻ പറ്റുന്നില്ല, എന്നിട്ടാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഇത് ഞാനേ വൈകുന്നേരം കാണിച്ചു തരാട്ടെ. അതിന്റെ ഉള്ളിൽ LED ബൾബ് ഉണ്ട്. ഞാൻ ക്യാമറമാനോൻ കമ്മ്, ന്യൂസ് റിപ്പോർട്ടർ കമ്മ്, അനൗൺസർ കമ്മ് എല്ലാം ആണല്ലോ. ഒരു പണി എടുക്കട്ടെ, ഞാൻ നോക്കി നിൽക്കട്ടെ. ചിരിച്ചിരിക്കണേ, എല്ലാവരും ചിരിച്ചിരിക്കണേ, വീഡിയോ എടുക്കാണേ. അപ്പം അതാ നമ്മള് ഇവിടെ എല്ലാം സെറ്റാക്കി. ഞാനൊരു വൈബിന് ഒരു റോസാപ്പൂവിൻ്റെ ഒരു ബോട്ടിലും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് മുത്തുണ്ണി, ഇഷ്ടപ്പെട്ടോ? ഈ ഒരു വൈബ് ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ എനിക്കറിയാം ഇതിൽ ഈ വീഡിയോയിൽ ഞാനുണ്ടാവില്ലല്ലോ. ഇപ്പോ നിങ്ങളെന്താ എന്റെ വീഡിയോ എടുക്കാത്ത? ഈ തണുപ്പത്തൊന്നും സർബത്തൊന്നും ആകുകയില്ല എന്നുള്ള പരാമർശമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളുകൂടി നൃത്തം ചെയ്തു അതാ. പക്ഷെ ഈ ഒരു വൈബിലിരിക്കുമ്പോൾ എങ്ങനെ കുടിക്കാതിരിക്കും? അയ്യോ, എന്റെ ബാറ്ററി കഴിഞ്ഞു. എന്നോട് കുറച്ച് പേര് ലോങ് വീഡിയോസ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോഡ്കാസ്റ്റിൻ്റെ എഡിറ്റിങ്ങിലായ കാരണം കൊണ്ടാണ് ലോങ് വീഡിയോസ് പിന്നെ ഇടാഞ്ഞ്. അപ്പം ഞാൻ ഈ മിക്സ് ചെയ്ത് ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരും കൂടി ഞാൻ പരിഗണിക്കുന്നുണ്ട്.
അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.